ഇന്നെന്താ സനി പരിപാടിയല്ലേ? ഒരു ചേച്ചി വെള്ളം കോരിക്കൊണ്ട് വരുന്നത്, കഷ്ടം പാവം. ഇച്ചിരി ചോറ് കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. വലിയ കലത്തിൽ ചോറ് വെക്കുന്ന 2-3 ചേച്ചിമാരുണ്ട്, അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണേ. ഒരു വൃദ്ധസദനമുണ്ട്, അവിടത്തേക്ക് നമ്മൾ ഇത് തുടങ്ങി അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് ഒരു വിഹിതം അവിടത്തേക്ക് മാറ്റുന്നുണ്ട്. സന്തോഷം. അടിപൊളി മത്തി 2 ചേച്ചിമാർ ഇങ്ങനെ ഇരുന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള മത്തിക്കറി. ഹായ്, നമസ്കാരം. എന്തുവാടെ ഈ കലമൊക്കെ ആയിട്ട് പരിപാടി? ഇച്ചിരി ചോറ് കിട്ടുമെന്ന് അറിഞ്ഞ് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴയാണ് കേട്ടോ. ആറാട്ടുപുഴ രാമഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വലിയ കലത്തിൽ ചോറ് വെക്കുന്ന 2-3 ചേച്ചിമാരുണ്ട്, അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ചേച്ചി എന്തോ പരിപാടി? മത്തി വറക്കുന്നു. മത്തി ഫ്രഷ് മത്തി കിട്ടി, മത്തി വറുത്തോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ഉള്ളതെന്ന് പറയുമ്പോൾ മത്തിക്കറിയാണ്, തേങ്ങാക്കറി. അതെ, എല്ലാ ദിവസവും ഉണ്ടാവോ? ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. മത്തിക്കറിയും ഉണ്ട്, മത്തി വറുത്തതും ഉണ്ട്. 3 പേരും കൂടെ തുടങ്ങിയ ഒരു സംരംഭമാണ് അല്ലേ? ഞങ്ങൾ 3 പേരല്ലായിരുന്നു, 5 പേരായിരുന്നു. 5 പേരായിരുന്നു. അതിൽ 2 പേര് ഇപ്പൊ വരുന്നില്ല. അതെന്ത് പറ്റി? അത് ഒരാൾക്ക് വയ്യാതിരിക്കുന്നു, ഒരാളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അങ്ങനെ അവർ 2 പേരും വരുന്നില്ല. ഓക്കെ ഓക്കെ. നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ, നിങ്ങളുടെ ഇത്രയും പേരുടെ കൂട്ടായ്മയുടെ പേര് നളഭാഗം എന്നാണല്ലേ? അതെ അതെ, നളഭാഗം. ഓക്കെ. എന്തൊക്കെയാ നമ്മുടെ ഐറ്റംസ്? എന്തൊക്കെയാ ഐറ്റം? രസമുണ്ട്, സാമ്പാർ, പുളിശ്ശേരി, മീൻകറി, മീൻ വറുത്തത്, തോരൻ, പിന്നെ അച്ചാറ്, പിന്നെ കൊണ്ടാട്ടം വറുത്തത്. കൊണ്ടാട്ടം ഉള്ളത്. എത്ര രൂപ നമ്മുടെ ഊണിന്? 60 രൂപ. 60 രൂപയുള്ളൂ നമ്മുടെ ഊണിന്. എന്തോ ഒരു പയറോ? വൈകുന്നേരത്തെ എനിക്ക് തോന്നുന്നു സുഖിയനുള്ളതാണെന്ന് തോന്നുന്നല്ലേ? സുഖിയനുള്ള പയറ്, ഒരു സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് ഊണിനൊപ്പം ഉള്ളതാണ്. നിങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് എങ്ങനെയാണ്? നിങ്ങൾ 3 പേരും കൂടെ, ഇത്ര ആൾക്കാരും കൂടെ അങ്ങ് തുടങ്ങാന്ന് കരുതിയോ? എങ്ങനെയാ? ഞങ്ങൾ കുടുംബശ്രീയിൽ ഇങ്ങനെ ആലോചിച്ച് എല്ലാവരും കൂടാണ് ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വെച്ചപ്പം പലർക്കും ഒരു ജോലിക്കാരുണ്ട്, അങ്ങനെയൊക്കെ വിഷയങ്ങളുള്ളപ്പം കുറച്ച് പേർക്കായിട്ട് ചെയ്യാന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പേരിട്ട് നളഭാഗം എന്ന് പേരിട്ട് പഞ്ചായത്തിലൊക്കെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ മാസം വന്നപ്പോൾ 5 മാസമാവും. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഊണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ബിരിയാണി വെക്കും. ബിരിയാണി ഉണ്ട് എല്ലാ ഞായറാഴ്ച. പാഴ്സൽ കൂടുതലായിട്ട് പോകുന്നു അല്ലേ? പാഴ്സൽ കൂടുതലായിട്ട് പോകും. ഞാനിവിടെ അത് കൂടാതെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ തരും. ചേച്ചി വറുത്തോണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മത്തിയാണ് കേട്ടാ. ഒരു ചേച്ചി ഇവിടെ പാഴ്സലിന്റെ പരിപാടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പെരുമ്പള്ളിയിൽ അവിടെ ഒരു അമ്പലമുണ്ട്, കുറിയപ്പശ്ശേരി അമ്പലം. അതിന്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്. അവിടത്തേക്ക് നമ്മൾ ഇത് തുടങ്ങി അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് ഒരു വിഹിതം അവിടത്തേക്ക് മാറ്റുന്നുണ്ട്. സന്തോഷം. പിന്നെ അത് ഞങ്ങള് ഓണത്തിന് എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞിരുന്നയാ. ഇപ്പൊ ഞങ്ങള് ആലോചിക്കുന്നുണ്ട് ശിവരാത്രിക്ക് അങ്ങ് ചെയ്താലോ എന്തെങ്കിലും. പിന്നെ അതിന്റെ ബാലൻസ് കിട്ടുന്നത് നമുക്ക് ഓണത്തിന് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഈ 10,000 ലക്ഷങ്ങളോ വേണ്ടിയല്ല, ഒരു കുഞ്ഞു സംരംഭമാണ്. നിങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ ഉള്ള ഒരു സംരംഭം. അതിൽ നിന്ന് എന്ത് ലാഭം നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് അത് കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ട് ഇവർക്ക്. അപ്പം